പ്രൈസ് ദ ലോർഡ്. അരോമ ടി വിയിലെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു കൃഷ്ണൻ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. ഇന്ന് നിങ്ങളോട് ഒരുമിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവവും വിലപ്പെട്ട സാക്ഷ്യവുമായി നമ്മോടൊപ്പം കടന്നു വന്നിരിക്കുന്ന കർത്താവിന്റെ ദാസൻ പ്രിയ പൊന്നച്ചൻ എന്ന് പറയുന്ന ഒരു സഹോദരനാണ്. പ്രിയപ്പെട്ടവൻ അടൂരിൽ നിന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. കർത്താവിന്റെ ദാസനെ നിങ്ങളോടൊപ്പം പരിചയപ്പെടുത്തുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷം. കർത്താവിന്റെ ദാസൻ പ്രിയ പൊന്നച്ചായനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടുകൂടി അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം സാക്ഷ്യം പങ്കുവയ്ക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തു കൊള്ളുന്നു. പ്രൈസ് ലോർഡ് അച്ഛാ. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? വിശേഷം പ്രത്യേകിച്ചൊന്നുമില്ല. സൗഖ്യത്തോടും സന്തോഷത്തോടും ഇരിക്കുന്നു. ഓക്കെ, അച്ഛനെ ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നൊന്ന് പറയാമോ? ഞാൻ ഇപ്പൊ അടൂര് ഏഴംകുളം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഞാന് ഒരു മർത്തോമാ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. എന്റെ 14-ാമത്തെ വയസ്സിൽ ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവറിലായി. എന്റെ വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ ഞാൻ പഞ്ചാബിൽ, ഡൽഹിയിൽ ഒക്കെ ആയിട്ട് ജോലിക്ക് വേണ്ടി കടന്നുപോയി. അതിനുശേഷമായിട്ട് ബോംബെയിലെ 40-ലധികം വർഷമായിട്ട് ജോലി ചെയ്തു. 40 ശേഷം ജോലി ചെയ്തതിൽ ഇപ്പൊ 9 വർഷമായിട്ട് എനിക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ കർത്താവ് സൗഖ്യം തന്ന ഒരു സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. ആകട്ടെ, അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം അച്ഛന് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? ജീവിതത്തിൽ ദൈവം നടത്തിയതായ അത്ഭുത വഴികളെക്കുറിച്ചും ദൈവം നൽകി തന്ന സൗഖ്യത്തെക്കുറിച്ചും, അതുപോലെ 40-ലധികം വർഷം ബോംബെയിലും വടക്കേ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും ഒക്കെ ജീവിച്ചതായ നല്ല ഓർമ്മകൾ, ആ നല്ല നാൾ വഴികളും ഒക്കെ ഒത്തിരി ഓർമ്മകൾ കാണുമല്ലോ. അതൊക്കെ അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. തുടർമാനമായിട്ട് ഞാൻ സംസാരിക്കാം. ഞാൻ എൻ്റെ 19-20 വയസ്സ് പ്രായമുള്ളപ്പോൾ ഞാൻ ബോംബെയിൽ എത്തിയതാണ്. പഞ്ചാബിലായിരുന്നു ഞാൻ ആദ്യമായിട്ട് ജോലി ചെയ്തത്. അവിടെ നിന്ന് എനിക്കൊരു ട്രാൻസ്ഫർ കമ്പനി തന്ന് അങ്ങനെ ബോംബെയിലേക്ക് കടന്നുപോയി. ബോംബെയിൽ നിന്ന് പിന്നെ ഞാൻ കുറച്ച് നാൾ അവിടെ ജോലി ചെയ്തു. അതിനുശേഷം വിദേശത്തേക്കൊക്കെ കടന്നുപോയി. കുറച്ചു കാലം വിദേശത്തായിരുന്നു. അതിനുശേഷമായിട്ട് എൻ്റെ വിവാഹമൊക്കെ ബോംബെയിൽ വെച്ച് നടന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയാണ് അമൃതനാഥ് ചർച്ച്. ആ ചർച്ചിന്റെ കാര്യങ്ങളിലെല്ലാം ഇൻവോൾവ് ആയിരുന്നു. സഭയുടെ സ്ഥാനങ്ങളിലൊക്കെ നിന്ന് പ്രവർത്തിക്കാൻ കർത്താവ് സഹായിച്ചു. താന ഡിസ്ട്രിക്ട്, മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഒക്കെയുള്ളതായ കൂട്ടായ്മകളൊക്കെ സംബന്ധിപ്പാനും അവിടെയുള്ളതായ നേതൃത്വ സ്ഥാനങ്ങളിലൊക്കെ നിൽക്കുവാനും ഒക്കെ ദൈവം അവസരങ്ങൾ തന്നു. അതൊക്കെ അനുഗ്രഹമായിരുന്നു. അവിടെയുള്ള ദൈവമക്കളൊക്കെ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കുന്നു. ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2014 ജൂലൈ മാസത്തിൽ എനിക്ക് പെട്ടെന്നൊരു എൻ്റെ ബ്രെയിൻ പൊട്ടിപ്പോയി. അങ്ങനെ ഞാൻ സൗഖ്യമില്ലാതെ ഹോസ്പിറ്റലിലായി. അപ്പോൾ അവിടെയുള്ളതായ ദൈവമക്കളും ദൈവദാസന്മാരും ഒക്കെ എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള എല്ലാവരും പ്രാർത്ഥിച്ച് ഒരു വിടുതൽ അനുഭവിച്ച് പിന്നെയും നാട്ടിലൊക്കെ കടന്നു വരാൻ ദൈവം അവസരം ഒരുക്കി. ഈ ലോകത്തിലെ മെഡിക്കൽ സയൻസ് പറഞ്ഞു, ഇനി ഒരിക്കലും ലോകത്തിൽ ജീവിക്കുവാൻ സാധ്യതയില്ല. ചില മണിക്കൂറുകൾ മാത്രം പറഞ്ഞ് എന്നെ ഉപേക്ഷിച്ച് പോയതായ സമയത്ത് എനിക്ക് തന്ന ഒരു വിടുതലാണ് ഞാൻ ഇന്ന് ഭൂമിയിലായിരിക്കുന്ന ദൈവത്തിന്റെ കൃപയൊന്നു മാത്രം. ദൈവത്തിന്റെ കൃപയല്ലാതെ ഒന്നുമില്ല. എന്നെ കർത്താവ് നടത്തി ഇത്രത്തോളം കൊണ്ടുവന്നു. യഹോവ എന്നെ രക്ഷിച്ചു എന്ന് പറയുവാനല്ലാതെ എനിക്കൊന്നും പറയാനില്ല. ദൈവത്തിന്റെ കൃപയൊന്നു മാത്രമാണ്. 2014 ജൂലൈ മാസം 14-ാം തീയതി ഞാൻ സാധാരണ ഉള്ളതുപോലെ തന്നെ ജോലിക്കൊക്കെ കടന്നുപോയിട്ട് വീട്ടിൽ വന്ന് വൈകിട്ടത്തെ ആഹാരമൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഒരു തലവേദന ഉണ്ടായി. അന്ന് പകലൊരു ഉച്ച കഴിഞ്ഞപ്പോൾ തൊട്ട് ചെറിയ തലവേദന ഉണ്ടായിരുന്നു. ഞാനത് അത്ര മാത്രം കാര്യമാക്കിയില്ല. എന്നാൽ രാത്രിയിലെ ഊണ് കഴിഞ്ഞ സമയത്ത് ഞാൻ പെട്ടെന്ന് അത് വൊമിറ്റ് ചെയ്യുവാനിടയായി. അങ്ങനെ ഛർദിച്ചതിന് ശേഷം എനിക്ക് വല്ലാത്ത അസ്വസ്ഥതകൾ ഉണ്ടായി. ആ ഛർദിച്ച സമയത്താണ് എൻ്റെ തലയിലെ ആ വെയിൻ പൊട്ടിപ്പോയത്. അപ്പോൾ ഞാൻ തൊട്ടടുത്തുള്ളതായ ഒരു ഹോസ്പിറ്റലിൽ പെട്ടെന്ന് പോയി അവിടെ ചെന്ന് 1 മണിക്കൂർ ചെക്കപ്പ് ഒക്കെ ചെയ്തു. എന്നാൽ അവർക്കൊന്നും പിടികിട്ടിയില്ല. അവർ പറഞ്ഞു ഗ്യാസിന്റെ എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കും, രാവിലെ ആകുമ്പോഴത്തേക്ക് ശരിയാകുമെന്ന് പറഞ്ഞു. എന്നാൽ അപ്പോഴേ എൻ്റെ തലയ്ക്കകത്ത് ബ്ലഡ് ഇങ്ങനെ ലീക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ മൂത്ത മകനെ
ഫോർട്ടീസ് ഹോസ്പിറ്റലിൽ, മുള്ളൻഡിലുള്ളതായ ഫോർട്ടീസ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്തുകൊണ്ട് ഇരിക്കുന്ന സമയം, അന്ന് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. അപ്പോൾ വൈഫ് പെട്ടെന്ന് തന്നെ മോനെ വിളിച്ചിട്ട് മോനോട് പറഞ്ഞു, ഇങ്ങനെ ഡാഡിക്ക് സുഖമില്ല, ഇങ്ങനെയുള്ള ഒരു കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞു. ആ കംപ്ലൈന്റ് പറഞ്ഞ ഉടനെ തന്നെ പെട്ടെന്ന് ഡോക്ടറോട് പറഞ്ഞു. ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർക്ക് പെട്ടെന്ന് മനസ്സിലായി. ഉടൻ തന്നെ ഡോക്ടർ പറഞ്ഞു, ഡോൾവിൻ, എന്റെ മോന്റെ പേര് ഡോൾവിൻ എന്നാണ്, ഡോൾവിൻ പെട്ടെന്ന് തന്നെ നമ്മുടെ വണ്ടി തന്നെ വിട്ടോളൂ, ആംബുലൻസ് വിട്ടു, സീരിയസ് ആയ വിഷയമാണെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാനപ്പോൾ പറഞ്ഞു, ഇപ്പോൾ പോകുന്നില്ല, രാവിലെ ആയിക്കോട്ടെ, രാവിലെ പോയാൽ മതി, ഇപ്പൊ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ നിന്നതാണ്. എന്നാൽ വൈഫ് പെട്ടെന്ന് തന്നെ ഫോൺ ചെയ്യുകയും അവിടുന്ന് ആംബുലൻസ് വന്നു. ആംബുലൻസ് വന്നതുകൊണ്ടാണ് ഞാൻ പോയത്. എന്നാൽ പോയ സമയത്ത് ഞങ്ങളുടെ ചർച്ചിലെ പാസ്റ്ററും സഹോദരന്മാരും വൈഫും മോളും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടെ പോയി. അങ്ങനെ വാഹനത്തിൽ ഞാൻ തന്നെ കയറി ഇങ്ങനെ അല്പസമയം യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് അൺകോൺഷ്യസ് ആയി. പിന്നെ ഈ ലോകത്തിൽ എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ മറ്റു പല രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ സംസാരമൊക്കെ, എൻ്റെ ടോക്കിംഗ് ഒക്കെ വേറെ ആയി തുടങ്ങി. അപ്പോഴത്തേക്ക് ആൾക്കാർക്ക് കൂടുതലായിട്ട് ഡൗട്ട് ഉണ്ടായി. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ ആംബുലൻസ് അതിൻ്റെതായ സ്പീഡിൽ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ നേരത്തെ മെസ്സേജ് കൊടുത്തിരുന്നു. അവരെ തിയേറ്ററൊക്കെ റെഡിയായി. പെട്ടെന്ന് എൻ്റെ കാര്യങ്ങൾ ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന ഉടൻ തന്നെ സ്കാനിങ് ചെയ്തു നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ തലയ്ക്ക് ഉള്ളിൽ ബ്ലഡ് നിറഞ്ഞു കഴിഞ്ഞു. അപ്പോഴത്തേക്ക് പിന്നെ എൻ്റെ തലയുടെ സൈഡിലൊക്കെ ഹോളിട്ട് ആ ബ്ലഡൊക്കെ റിമൂവ് ചെയ്തു. ആ ബ്ലഡൊക്കെ എടുക്കാൻ ഇടയായി. അതിന് ശേഷമായിട്ട് പെട്ടെന്ന് തന്നെ ഓപ്പറേഷന് വേണ്ടി കയറ്റി. 9 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ഓപ്പറേഷനാണ് അന്ന് ചെയ്തത്. ആ ആദ്യത്തെ ഒരു ഓപ്പറേഷൻ ചെയ്തു. അപ്പോൾ ചില ദിവസങ്ങൾ വെയിറ്റ് ചെയ്തു. യാതൊരു വ്യത്യാസവും ഇല്ല. അങ്ങനെ ഒരു സൗഖ്യമില്ലാത്ത അവസ്ഥയിലായിരുന്നു. അങ്ങനെ വീണ്ടും അവര് മീറ്റിംഗ് കൂടി. ഒരു ഓപ്പറേഷൻ കൂടി ചെയ്യാം എന്ന് പറഞ്ഞ് അങ്ങനെ എന്റെ തല ഓപ്പൺ ചെയ്ത് രണ്ടാമതൊരു ഓപ്പറേഷൻ കൂടി ചെയ്തു. അങ്ങനെ ആ ഓപ്പറേഷൻ ചെയ്തതൊന്നും എനിക്കറിയത്തില്ല. ഞാൻ കോമയിൽ പോയി. എനിക്കിതൊന്നും അറിയത്തില്ല. ഈ ലോകത്തിലെ ഞാൻ അല്ലായിരുന്നു. എന്നാൽ അതിനുശേഷമായിട്ട് അതുകൊണ്ടും ഒന്നും ശരിയാകാതെ വന്നപ്പോൾ ഇനിയും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതി. അപ്പോൾ മോൻ അവിടുത്തെ സ്റ്റാഫ് ആയിരുന്നതുകൊണ്ട് മോന്റെ ഒരു അഭിപ്രായം അനുസരിച്ച് ഫ്രാൻസിൽ നിന്ന് ഒരു ഡോക്ടറെ കൊണ്ടുവരാമെന്ന് അഭിപ്രായപ്പെട്ടു. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, ഡോൾവിൻ, നീ ഇവിടുത്തെ സ്റ്റാഫാണ്, നിനക്ക് അത്രമാത്രം ശമ്പളമില്ല, ലക്ഷങ്ങൾ, ഒരുപാട് പണം ചെലവാകും ഫ്രാൻസിൽ നിന്ന് ഡോക്ടറെ കൊണ്ടുവന്നാല്. അപ്പോൾ ഞങ്ങള് വീടുണ്ട്, അത് വിൽക്കാം, ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടി ഉള്ളതൊക്കെ വിറ്റിട്ട് ഞങ്ങൾ ചെലവാക്കിക്കോളാം എന്ന് പറയും. എന്നാൽ അങ്ങനെ ആ ഫ്രാൻസിൽ നിന്ന് ഡോക്ടറെ കൊണ്ടുവന്ന് ആ ഒരു ക്ലിപ്പ് ഉണ്ട്, ആ ക്ലിപ്പാണ്. അപ്പൊ അദ്ദേഹം ഫ്രാൻസിൽ നിന്ന് 3 ക്ലിപ്പ് കൊണ്ടുവന്നു. അതിൽ 2 ക്ലിപ്പ് ഇട്ടപ്പോൾ രണ്ടും പൊട്ടിപ്പോയി കഴിഞ്ഞപ്പോൾ ഇനിയും അദ്ദേഹം പറഞ്ഞത്, എന്റെ പ്രൊവിഷനാണ്, എനിക്ക് ഒരു ക്ലിപ്പ് എന്റെ കയ്യിൽ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടേഴ്സ്, ഞങ്ങളുടെ റിലേറ്റീവ്സ് എല്ലാം കൂടെ പെട്ടെന്ന് മീറ്റിങ്ങുകൾ കൂടി അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്തു. ആ ക്ലിപ്പ് വീണ്ടും ആ ഒരു ക്ലിപ്പ് ഉണ്ടായിരുന്നത് ഇട്ട് കർത്താവിന്റെ കരങ്ങളാൽ പിടിച്ച് ബലപ്പെടുത്തി നിർത്തി. ആയതിനാൽ കർത്താവിന്റെ കൃപയാൽ മാത്രം ഞാൻ ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു. എന്നാൽ ഇതിന്റെ പിൻപിലൊക്കെ ഒത്തിരി ചരിത്രങ്ങളുണ്ട്. ഹോസ്പിറ്റലിൽ ഓരോ ദിവസങ്ങളും നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന സമയത്ത് ആദ്യമായിട്ട് പണം കെട്ടിവെച്ചെങ്കിൽ മാത്രമേ ഒരു ഓപ്പറേഷൻ ചെയ്യത്തുള്ളൂ. അങ്ങനെ പണം കെട്ടിവെച്ചു. 1 പ്രാവശ്യം കെട്ടിവെച്ചു, 2 പ്രാവശ്യം കെട്ടിവെച്ചു, പല പ്രാവശ്യം പലരിൽ നിന്നൊക്കെ പണം വാങ്ങിച്ച് ഞങ്ങളുടെ ചർച്ച് പണം അടച്ചു. അങ്ങനെയൊക്കെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ പിന്നീട് പണത്തിന് വഴികളില്ലാതെ വന്നപ്പോഴത്തേക്ക് ആ ഹോസ്പിറ്റലിലെ കോട്ടയത്തുകാരി ഒരു മാനേജറല്ല, അഡ്മിൻ ഉണ്ടായിരുന്നു. ആ അഡ്മിൻ ആണ് മോന് പ്രൊമോഷനൊക്കെ കൊടുത്തതും ഒക്കെ. മോനെ നല്ലൊരു അഭിപ്രായമുള്ളവരായിരുന്നു. അപ്പോൾ മോൻ പെട്ടെന്ന് മിനി സിസ്റ്റർ എന്ന പേര്, മിനി സിസ്റ്ററെ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ ഡാഡിയുടെ ഓപ്പറേഷൻ അടുത്ത പ്രോഗ്രാം ചെയ്യുന്നതിന് പണം അടച്ചെങ്കിലേ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഫോൺ അവരുടെ കൊടുക്കാൻ പറഞ്ഞു. അവർ ഫോൺ വാങ്ങിച്ചിട്ട് പറഞ്ഞു, ഡോൾവിന്റെ ഡാഡിയുടെ ഏത് കാര്യത്തിനും ഏത് പ്രോഗ്രാം ചെയ്യുന്നതിനും യാതൊരു പൈസയും ചോദിക്കരുത്, ആ പണത്തിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. കർത്താവ് അവിടെ വഴിയൊരുക്കി, അവരിൽ പ്രവർത്തിച്ചു. ഞങ്ങളുടെ റിലേറ്റീവോ അല്ലെങ്കിൽ ഞങ്ങളുടെ ആരുമല്ല, എന്നാൽ ആ സ്ഥാനത്ത് കർത്താവ് അവരെ ഒരുക്കി. ദൈവം അവിടെ നടത്തി.
ഞങ്ങള് എന്റെ ട്രീറ്റ്മെന്റ് കഴിയുന്നവരെയും പിന്നെ അവര് പേയ്മെന്റ് ഒന്നും ചോദിച്ചില്ല. അങ്ങനെ റണ്ണിങ്ങിൽ തന്നുകൊണ്ടിരുന്നു. അങ്ങനെ പിന്നെ ആ പൈസകളൊന്നും ചോദിച്ചില്ല. ഞങ്ങൾ കിട്ടുന്നതനുസരിച്ച് കൊടുത്തോണ്ട് വരുന്നു. എന്നാൽ അതിനുശേഷമായിട്ട് ഞാൻ കുറച്ച് ക്ലിപ്പിട്ടതിന് ശേഷം എനിക്ക് ഒരു വിടുതൽ കാണുന്നില്ല. വിടുതലായിരുന്ന സമയത്താണ് ഞാൻ ഇങ്ങനെ വെന്റിലേറ്ററിൽ കിടക്കുകയാണ്. വെന്റിലേറ്ററിൽ കിടക്കുന്ന സമയത്ത് ഡോക്ടേഴ്സ് എല്ലാവരും കൂടെ തീരുമാനിച്ചിട്ട് പറഞ്ഞു, ഇനിയും യാതൊരു കാര്യവും ഞങ്ങൾക്ക് ചെയ്യാനില്ല. ഞങ്ങൾ ചെയ്യാൻ പറ്റുന്നതായ എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു. എന്നാൽ ഇനിയും ഉള്ളത് ഇനിയും എല്ലാം അറിയിച്ചുള്ള നിങ്ങളും ദൈവത്തോട് പ്രാർത്ഥിക്കുക. അത് മാത്രമേ ഇനിയുള്ളൂ. അവരാൽ കഴിയുന്നതെല്ലാം അവർ ചെയ്തു കഴിഞ്ഞു. ഇനിയിപ്പം അദ്ദേഹത്തിന്റെ റിലേറ്റീവ്സിനെ എല്ലാം അറിയിച്ചിട്ട് അദ്ദേഹത്തെ ഇവിടെ നിന്ന് കൊണ്ടുപോയിക്കോളാനാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഏകനായിട്ട് എൻ്റെ വീട്ടിലെ വൈഫും കുഞ്ഞുങ്ങളും പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാവരെയും വീട്ടിൽ കൊണ്ടുപോയി ഏകനായിട്ട് ഞാൻ വെന്റിലേറ്ററിൽ ആണ്. അപ്പോഴും എനിക്ക് ഞാൻ കണ്ണു തുറന്നിട്ടൊക്കെ ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞു. അങ്ങനെ ഒരു നേഴ്സിനെ മാത്രം അവിടെ നിർത്തിയിട്ട് ആ വെന്റിലേറ്റർ അടച്ചിട്ട് അവർ പോയി. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേ ഞാൻ ഒരു ഏറെ ദിവസങ്ങളായി കണ്ണു തുറന്നിട്ട്. എന്നാൽ ഞാൻ അന്ന് പെട്ടെന്ന് എൻ്റെ കണ്ണ് അനക്കുന്നതായിട്ട് തന്നു. അപ്പൊ ഞാനത് എൻ്റെ കണ്ണ് അനക്കിയത് ഞാൻ കിടന്നതായ റൂമില് വലിയൊരു വെളിച്ചം ഉണ്ടായി. ആ വെളിച്ചം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല എത്രമാത്രം വലിപ്പത്തിലുള്ള ഒരു വെളിച്ചമാണെന്ന്. ഞാൻ ആ വെളിച്ചം വെളിച്ചം കണ്ടാണ് ഞാൻ കണ്ണു തുറന്നത്. അപ്പൊ കണ്ണു തുറന്നപ്പോ രണ്ടുപേര് ഡോറിൽ കൂടെ പുറത്തുപോയി. പുറത്തു പോയത് ആരാന്ന് അറിയത്തില്ല. എന്നാൽ അപ്പോഴത്തേക്ക് നേഴ്സ് പെട്ടെന്ന് ഡോക്ടേഴ്സിനെ ഇൻഫോം ചെയ്തു. ഡോക്ടർമാരെല്ലാവരും കൂടെ ഓടി വന്ന് എൻ്റെ പൾസ് പിടിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി. പൾസ് പിടിച്ചു നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു, ആള് പോയിട്ടില്ല, പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തോളാൻ പറഞ്ഞു. പിന്നെ അവർ വീണ്ടും മെഷീന് കണക്ഷൻ കൊടുത്തു, ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തു, ട്രീറ്റ്മെന്റ് ഒക്കെ നടന്നുകൊണ്ടിരുന്നു. അങ്ങനെ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എന്നെ വാർഡിൽ കൊണ്ടുവന്നപ്പോൾ എൻ്റെ തലയെല്ലാം മൊട്ടയടിച്ചിരിക്കുകയാണ്. ഒരുപാട് വയറിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ വയറിംഗ് ഒക്കെ മോൻ എൻ്റെ അടുത്തുണ്ട്. അന്നേരം ഞാൻ ചോദിച്ചു, മോനെ എന്തോ ഇതെന്ന്. അന്നേരമാണ് ഞാൻ ഓർക്കുന്നത്, ഞാൻ ഹോസ്പിറ്റലിൽ വന്നു, ഇത്രയും ദിവസങ്ങളായി ഞാൻ ട്രീറ്റ്മെന്റിലായിരുന്നു എന്നൊക്കെ ഓർക്കുന്നത്. അപ്പൊ മോൻ പെട്ടെന്ന് എൻ്റെ കൈ പിടിച്ചു മാറ്റിയിട്ട് പറഞ്ഞു, ഡാഡി ഒന്നുമില്ല, ഡാഡി അതിൽ തൊടരുത് എന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ തല മൊട്ടയടിച്ചതോ അല്ലെങ്കിൽ ഈ ട്യൂബ് ഇട്ടേക്കുന്നതോ, പലയിടത്ത് ഹോളിട്ട് എൻ്റെ കഴുത്തിലൊക്കെ ശക്കാശിമിയ ചെയ്താണ്, ഇവിടെ എല്ലാം ഹോളിട്ടാണ്. എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. 10-15 ദിവസം എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. എന്നാൽ ആ സ്ഥാനത്ത് ദൈവം വിടുവിച്ചു എന്ന് പറയാനല്ലാതെ ഒന്നുമില്ല. ദൈവമക്കളുടെ പ്രാർത്ഥന ലോകത്തിന്റെ നാനാഭാഗങ്ങളില് പരിചയമുള്ളവര് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചറിയിച്ച് അങ്ങനെ പ്രാർത്ഥിക്കാനിടയായി. അതിനുശേഷമായിട്ട് എനിക്ക് ഡിസ്ചാർജ് കിട്ടി. 22 ദിവസം കഴിഞ്ഞപ്പോൾ ഡിസ്ചാർജ് കിട്ടി. ഓഗസ്റ്റ് 11-ാം തീയതി ഞാൻ ഡിസ്ചാർജ് ആയപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ കൊടുത്തിട്ട് അവിടുത്തെ നിയമം അനുസരിച്ച് പണം അടച്ചതിന് ശേഷമേ പേഷ്യന്റിനെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. എന്നാൽ ഡിസ്ചാർജ് തന്നിട്ടും ഈ ഡോക്ടേഴ്സിന് ആർക്കും അവർക്കൊരു വിശ്വാസമില്ല. കാരണം അവർ പറഞ്ഞതാണ്, നീ ഇനിയും രക്ഷപ്പെട്ടാലും ഒന്നീ പാരലൈസ് ആയി പോകും, അല്ലെങ്കിൽ സംസാര ശേഷി ഉണ്ടാവില്ല, അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ പറ്റില്ല എന്നെല്ലാം അവർ പറഞ്ഞിരുന്നതാണ്. അത് അവർ പറഞ്ഞത് ശരിയാണ്. എന്നാൽ ദൈവത്തിന്റെ വിടുതലായിരുന്നു. എന്നെ കർത്താവിനെ വിടുവിക്കാൻ മനസ്സ് തോന്നി. കർത്താവിനെ വിടുവിച്ചു. അങ്ങനെ ആയിരിക്കുമ്പോൾ ഡോക്ടേഴ്സ് എല്ലാവരും വന്നിട്ട് പറഞ്ഞു, ഡോൾവിൻ, നിന്റെ പപ്പായെ നീ കൊണ്ടുപോ, പക്ഷെങ്കിൽ ഞങ്ങൾക്ക് ഓരോ മുട്ടായി വാങ്ങിച്ചു തന്നിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. കാരണം ഞങ്ങൾക്ക് മുട്ടായി തിന്നാൻ കൊതിയുണ്ടായിട്ടോ ഞങ്ങൾക്ക് പൈസ ഇല്ലഞ്ഞിട്ടോ അല്ല, ഞങ്ങളുടെ ഒരു കൺഫർമേഷന് വേണ്ടിയാണ്. അങ്ങനെ മോഹൻ പെട്ടെന്ന് പോയിട്ട് ചോക്ലേറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നു. ഈ ഫ്ലോറിലുള്ള എല്ലാവർക്കും നടന്ന് ഞാൻ കൊണ്ടു കൊടുത്തിട്ടേ പോകാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം അവർക്ക് വിശ്വാസമില്ല ഞാൻ രക്ഷപ്പെട്ടു എന്നുള്ളത്. കാരണം വിടുവിച്ചത് ദൈവമാണ്. മാനുഷികമായി ഡോക്ടർമാർ ചെയ്യാനുള്ളത് ചെയ്തു. അവരെ കുറ്റം പറയാൻ പറ്റില്ല. അവരുടേതായിട്ടുള്ള കഴിവനുസരിച്ച് അവർ പഠിച്ചതായ മെഡിക്കൽ സയൻസിലെല്ലാം അവർ ചെയ്തു. എന്നാൽ ദൈവത്തിന്റെ വിടുതലാണ് അവിടെ ഉണ്ടായത്. ഞാൻ മുട്ടായി വാങ്ങിച്ചുകൊണ്ട് വന്നു. എന്നെ പിടിക്കാതെ മോനോട് പറഞ്ഞു, ഇത് പിടിക്കരുത്. അപ്പോൾ മോനെ
പിടിക്കാതെ തന്നെ ഞാൻ അവിടുത്തെ ഫ്ലോർ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഏരിയ ഉള്ള ഫ്ലോറാണ്. അപ്പൊ ഞാൻ ആ ഫ്ലോറിൽ മൊത്തം നടന്ന് ഓരോരുത്തർക്ക് ചോക്ലേറ്റ് കൊടുത്തിട്ട് വന്നപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു, നിങ്ങളുടെ ദൈവം വലിയവനാണ്. നമ്മുടെ ദൈവത്തെ ഒരു പ്രാവശ്യം കൂടെ മറ്റുള്ളവര് മഹത്വപ്പെടുത്താനിടയായി. ഗുജറാത്തികളും മറ്റു പല ജാതിക്കാരായിട്ടുള്ള ആൾക്കാരാണ്. അവര് പറഞ്ഞു, നിങ്ങളുടെ ദൈവം വലിയവനാണ്, ഇനി നിന്റെ പപ്പയെ നീ കൊണ്ടുപോകോ. അപ്പോ മോൻ പറഞ്ഞു, എന്റെ ബില്ല് അടച്ചു തീർക്കാൻ ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ആർക്കും ഒരു ബില്ലടയ്ക്കാതെ രോഗികളെ തിരിച്ചു കൊണ്ടുപോകാൻ സമ്മതിക്കത്തില്ല. എന്നാൽ ഡോളിനോട് പറഞ്ഞു, നീ ഇവിടുത്തെ സ്റ്റാഫാണ്, നീ നിന്റെ ഡാഡിയെ സന്തോഷത്തോടെ കൊണ്ടുപോയിട്ട് നിങ്ങളുടെ വീടിനടുത്തുള്ളതായിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം. ആരെയും കാണിക്കരുത്, തിരക്കുണ്ടാക്കരുത്, യാതൊരു വിഷയങ്ങളും ഉണ്ടാക്കരുത്. അങ്ങനെ അപ്പോൾ എന്റെ തലയിൽ കീഴ്പ്പെട്ടിരിക്കുകയാണെന്നുള്ള ഓർമ്മ വേണം എന്നൊക്കെ പറഞ്ഞൊക്കെയാണ് വിട്ടത്. എന്നാൽ അങ്ങനെ ഞാന് നേരിട്ട് തന്നെ ദൈവം കൃപ ചെയ്തു, കർത്താവ് നടത്തി. ഞങ്ങള് സന്തോഷത്തോടെ അവിടുന്ന് പോന്നു. ഞങ്ങള് പണം പിന്നീട് കുറച്ച് പിന്നെ കൊണ്ടടച്ചു തീർത്തത്. എന്നാൽ സന്തോഷത്തോടെ അവന് വീട്ടിൽ കടന്നു വന്ന് ഞാൻ സ്വന്തമായിട്ട് എന്നെ ആരും പിടിക്കുകയും ചെയ്യാതെ സ്റ്റെപ്പ് കയറി വീട്ടിൽ ചെന്ന് വിശ്രമിക്കാനിടയായി. എന്നാൽ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അപ്പോഴത്തേക്ക് ദേശത്തുള്ള ആൾക്കാർ മൊത്തം ഇളകി. അവരെല്ലാവരും ഞാൻ മരിച്ചു എന്നുള്ള ഡിക്ലെയർ ആണ് ഉണ്ടായത്. ഞാൻ മരിച്ചതായിട്ടുള്ളതാണ്. അങ്ങനെ വിവിധ സഭകളിലുള്ള ആൾക്കാരൊക്കെ ഞങ്ങൾ ലാസറിനെ കാണാൻ വന്നതാ എന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാർ ഭവനത്തിൽ വരാനിടയായി. അപ്പോൾ എല്ലാവരും പറഞ്ഞത് ഞാൻ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെ ഞാൻ വീണ്ടും ഈ ഭവനത്തിൽ ജീവനോടെ കടന്നു വരാൻ കർത്താവ് സഹായിച്ചു. ഞങ്ങള് ആ സമയങ്ങളിലൊന്നും ഞാൻ ഒന്നും ഒരു ക്രമേണ ഞങ്ങളുടെ ജീവിതത്തിൽ ആയിട്ടില്ല. ആ സമയത്ത് അതിന് ശേഷമായിട്ട് കർത്താവ് വിടുവിച്ചു. ഒരുപാട് സാമ്പത്തിക കാര്യങ്ങളുണ്ടായിരുന്നു. അതെല്ലാം കുഞ്ഞുങ്ങൾ അവര് ജോലി ചെയ്ത് ഞാൻ ഭവനത്തിൽ വെറുതെ ഇരിക്കുകയാണ്. ആ സമയത്ത് കുഞ്ഞുങ്ങളുടെ രണ്ടുപേരുടെയും വിവാഹമൊക്കെ നടന്നു. എല്ലാ കാര്യങ്ങളും കർത്താവ് അതിശയകരമായിട്ട് ചെയ്തു, ഞങ്ങളെ നടത്തി. നടത്തിയ കർത്താവ് അത്ഭുതം ചെയ്തു. ഈ അത്ഭുതവാനായ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നാൾതോറും ജീവിക്കുന്നു ഞാൻ. എന്റെ ഈ സാക്ഷ്യം കേൾക്കുന്നവരും ഈ അരോമ ടിവിയിലുള്ളതായ പ്രിയപ്പെട്ടവരും എല്ലാവരും, നമ്മുടെ ദൈവം വലിയവനാണ്, ജീവിക്കുന്ന ദൈവമാണ്, എല്ലാ രോഗങ്ങൾക്കും സൗഖ്യം നൽകുവാൻ ശക്തനായ ഒരു ദൈവമാണ്. എന്നെ പോലെ ആരെങ്കിലും ഭാരത്തോടെയോ രോഗദുഃഖാദികളിലോ ഒക്കെ ആയിരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം. നമ്മൾ മാനുഷികമായിട്ട് ഒരു ഡോക്ടറെ അടുത്ത് കടന്നു പോകുന്നുവെങ്കിലും എന്നാൽ നമ്മളെ വിടുവിപ്പാൻ ശക്തനായ ഒരു ദൈവം ജീവിക്കുന്നു എന്നുള്ളത് ഓരോരുത്തരും മനസ്സിലാക്കി ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നമ്മളെ വിടുവിപ്പാൻ ശക്തനായ ഒരു ദൈവം നമുക്കുണ്ട്. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല എന്ന ദൈവത്തിന്റെ വചനത്തിൽ നാം വായിക്കുന്നത് പോലെ നമുക്ക് പലപ്പോഴും മുട്ടുകൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ ആ മുട്ടിൽ നിന്ന് ഒരു വിടുതൽ തരുവാൻ ഒരാൾ നമുക്ക് വേണ്ടിയുണ്ട്. നമ്മുടെ ദൈവം വലിയവനും വിശ്വസ്തനുമാണ്. എന്നാൽ പലപ്പോഴും ഞാനും ചിന്തിച്ചു, ഡോക്ടർമാരൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മകേടും ശാരീരികമായ ബലഹീനത ഒക്കെ ഉണ്ടാകുമെന്ന് വിചാരിച്ചു. എന്നാൽ കർത്താവ് ഒന്നും വരുത്താതെ കർത്താവ് എന്നെ രക്ഷിച്ചു. എനിക്ക് ഒരിക്കലും എങ്ങും യാത്ര ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ കുഞ്ഞുങ്ങളുടെ അടുത്തൊക്കെ കടന്നുപോയി, ന്യൂസിലാൻഡിലൊക്കെ കടന്നുപോയി. അവിടെ പാർക്കുവാൻ ദൈവം സഹായിച്ചു. അവിടെയൊക്കെ കടന്നുപോയ സ്ഥാനങ്ങളില് ന്യൂസിലാൻഡിലെ, ദുബായിലെ, ഷാർജയിലൊക്കെ കടന്നുപോയി. അവിടെയൊക്കെ പാർക്കുവാനും അവിടെ ആ ദേശങ്ങളിലൊക്കെ കടന്നുപോയി എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സാക്ഷീകരിക്കുവാനും അനേകരുടെ മുമ്പിൽ എന്റെ ദൈവത്തെ ഉയർത്താനും ഒക്കെ ദൈവം എനിക്ക് അവസരം തന്നു. ദൈവം നടത്തിയതല്ലാതെ ഞങ്ങൾക്കൊന്നും പറയാനില്ല. ഞാൻ ഈ സാക്ഷ്യം പറയുന്നത് ദൈവത്തിന്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി മാത്രമാണ്. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടണം. എന്റെ സാക്ഷ്യം കേൾക്കുന്ന ഒരാളെങ്കിലും രക്ഷയുടെ അനുഭവത്തിൽ വരുന്നെങ്കിൽ അത് ഏറ്റവും വലിയതായിട്ട് ഞാൻ കരുതുന്നു. അനേകര് ഈ സാക്ഷ്യം കേൾക്കുന്ന എല്ലാവരും വിശ്വസിക്കണം, എന്റെ യേശുവിനെ വിശ്വസിക്കണം. എന്റെ യേശു വലിയവനാണ്, ലോകത്തിന്റെ രക്ഷകനാണ്, വിടുവിപ്പാൻ ശക്തനാണ്. ഈ ലോകത്തിലെ അനേകര് കഷ്ടങ്ങള്, ഭാരങ്ങള്, പ്രയാസങ്ങള്, പ്രതികൂലങ്ങളൊക്കെ കടന്നു പോകുന്നവരുണ്ട്. എന്നാൽ അവരിൽ ആരെങ്കിലും ഒരാൾ കേൾക്കുന്നുവെങ്കിൽ എന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന നാളിൽ ഉത്തരമരുളുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു. ആ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് നാൾതോറും ജീവിപ്പാൻ എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. എനിക്കിങ്ങനെ ഒരു സാക്ഷ്യം പറയുവാൻ തക്കണം. അരോണ ടിവിയും പ്രിയപ്പെട്ട ഡാനിയൽ ജോൺ പാസ്റ്ററും കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്നു. കർത്താവ് ചെയ്ത എല്ലാ ഉപകാരങ്ങളും
എല്ലാവർക്കും നന്ദിയുള്ളവരായിരിക്കുന്നു. പ്രിയ ഡാനിയൽ ജോൺ പാസ്റ്ററെയും കുടുംബത്തെയും കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം, പ്രിയപ്പെട്ടവരെയൊക്കെ ദൈവം ധാരാളമായി അനുഗ്രഹിച്ച് വഴി നടത്തട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എന്റെ വാക്കുകളിൽ നിന്നും വിരമിക്കുന്നു. കർത്താവ് നമ്മളെ എല്ലാവരെയും പേരുപേരായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകളിൽ നിന്നും വിരാമം കുറിക്കുന്നു. തന്റെ ജീവിതത്തില് അത്ഭുതകരമായ ഒരു വിടുതല് ദൈവം തന്നു എന്ന് അറിയുവാൻ തക്കമിടയായി തീർന്നു. ഒത്തിരി ദൈവത്തിന് നന്ദി പറയുന്നു. സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. വീണ്ടും സൗഖ്യ ആരോഗ്യം ദീർഘായുസ്സും തരട്ടെ. ആകട്ടെ, ബോംബെയില് ദീർഘവർഷങ്ങൾ പാർത്തു എന്ന് പറഞ്ഞു. അവിടെ ജോലി സംബന്ധമായി ഏത് ഫീൽഡിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്? ഞാൻ ടെക്നിക്കൽ സൈഡില്, ഫാബ്രിക്കേഷൻ സൈഡിലാണ് ജോലി ചെയ്തത്. ഓക്കെ ഓക്കെ. ഞാൻ ജോലി ചെയ്ത സമയത്ത് അന്ന് ജോലി ചെയ്തിട്ട് വന്ന ഞാൻ ജോലി ചെയ്യുന്ന എന്റെ കൂട്ടുകാരും വിശ്വസിച്ചില്ല. ഞാൻ ഇങ്ങനെ സൗഖ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചില്ല. കാരണം വിശ്വസിക്കാൻ പറ്റത്തില്ല. അന്ന് ഞാൻ ജോലി കഴിഞ്ഞ് വന്നതാ. ഓ, അത് ശരി. പെട്ടെന്നൊരു പ്രയാസം ഉണ്ടായി പെട്ടെന്ന് ഞാൻ അന്ന് ജോലി കഴിഞ്ഞ് വന്ന് അന്നത്തെ അത്താഴമൂണും കഴിഞ്ഞ് ഇരുന്ന സമയത്ത് അന്നേരമാണ് സംഭവിച്ചത്. ഒരു ദിവസം സുഖമില്ലാതെ കിടന്നു പോലും ഇല്ല. അങ്ങനെ പോലും ആർക്കും വിശ്വസിക്കാൻ പറ്റത്തില്ല. ആ രീതിയിലാണ് അത് ഉണ്ടായതും ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത പോലെ കർത്താവിനെ സൗഖ്യമാക്കുകയും ചെയ്തു. അന്ന് ഞാൻ ദൈവസഭയുടെ സ്ഥാനത്ത് നിന്ന് സെക്രട്ടറി ആയിട്ടൊക്കെ ഇരുന്ന സമയമായിരുന്നു. അതിനുശേഷം ഞാൻ സൗഖ്യമായി വന്നതിന് ശേഷമാണ് ജനറൽ ബോഡി നടന്നതും റിപ്പോർട്ട് എഴുതി വായിച്ചതും ഒക്കെ. എനിക്കന്ന് വായിക്കാനൊന്നും ഒക്കത്തില്ലായിരുന്നു. മറ്റൊരാളെ കണ്ട് വായിച്ചൊക്കെ ആ കാര്യങ്ങളൊക്കെ തീർന്നത്. നാട്ടില് വന്നിട്ട് എത്ര വർഷമായി? ഞങ്ങളിപ്പോ 2 വർഷമായി ഇവിടെ വന്നിട്ട്. ഇവിടെ വന്ന് ഞങ്ങളിപ്പോ ഈ അടൂർ സെന്ററിലുള്ളതായിട്ടുള്ള ദൈവസഭയില് ദൈവത്തെ ആരാധിച്ചു പോരുന്നു. ഈ ശരീരത്തിന് പ്രയാസം ഉള്ളത് കൊണ്ട് ഇഞ്ഞ് പോകുന്നതാണോ? എനിക്ക് ശരീരത്തിന് പ്രയാസം, എനിക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജോലി ചെയ്യാൻ പാടില്ല, ഡ്രൈവിംഗ് ചെയ്യാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും പാടില്ല. നമുക്ക് ജീവിച്ചിരിക്കാൻ ദൈവം അവസരം തന്നു. അത്രയേ ഉള്ളൂ. ഓക്കെ ഓക്കെ. ഇപ്പൊ അത് സംബന്ധിച്ച് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ? ഒന്നും അതിൻ്റെതായിട്ടുള്ളതൊന്നുമില്ല. തലയിൽ ഇങ്ങനെ ക്ലിപ്പിട്ടിരിക്കുകയാണ്. ഒരുപാട് ജഡ്ക്ക് അടിച്ചുള്ള കാര്യങ്ങളൊന്നും പാടില്ല. പിന്നെ സൗണ്ട് ഒത്തിരി പാടില്ല. അങ്ങനെയൊക്കെയുള്ള കാര്യമുള്ളൂ. അന്ന് എനിക്ക് സംസാരിക്കാനൊന്നും പറ്റത്തില്ല. ഇവിടെ എല്ലാം എനിക്ക് കോളൊക്കെ ഇട്ടതായിരുന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം കർത്താവ് വിടുവിച്ചു. ഇന്ന് സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ കർത്താവ് നടത്തുന്നു. ദൈവത്തിന്റെ കൃപയൊന്ന് മാത്രം. വെന്റിലേറ്ററിൽ എത്ര ദിവസം കിടന്നു? വെന്റിലേറ്ററില് 21 ദിവസം മൊത്തം ഉണ്ടായിരുന്നു. അതില് ഒരു 16-17 ദിവസം വെന്റിലേറ്ററിലായിരുന്നു. അവിടെ കിടക്കുമ്പോ മരിച്ചുപോയി എന്നാണ് മറ്റുള്ളവരൊക്കെ അറിഞ്ഞത്, അല്ലേ? അതെ, മരിച്ചുപോയെന്ന് പറഞ്ഞാൽ എന്നെ കാണാൻ വേണ്ടി ഒരുപാട് പാസ്റ്റർമാരും വിശ്വാസികളും വന്നിരുന്നു. അവരെ ആരും വന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ. അപ്പൊ ലാസ്റ്റില് ചില മണിക്കൂറുകൾ മാത്രമേ ഇനിയും ജീവിതത്തിൽ ശേഷിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഇവരെല്ലാരെയും അങ്ങ് വീട്ടിൽ കൊണ്ടുപോയി. പിന്നെ നാട്ടിൽ എല്ലാരെയും അറിയിച്ചു. നാട്ടിൽ നിന്ന് 10-20 പേര് എന്റെ അന്ത്യശുശ്രൂഷയ്ക്ക് വേണ്ടി അവിടെ എത്തി. അങ്ങനെ ഇരിക്കുകയാണ് ആ ഒരു ദർശനം കാണുന്നതും ദൈവിക ഇടപെടലുകൾ ഉണ്ടാകുന്നതും. എല്ലാരും ഉപേക്ഷിച്ച് പോയ സമയത്താണ്, ഞാൻ അങ്ങനെ കിടക്കുന്ന സമയത്താണ് ഞാൻ ഈ ദർശനം കണ്ടതും. അപ്പൊ ഞാൻ ഈ വെളിച്ചം കണ്ടു കഴിഞ്ഞപ്പോൾ 2 പേര് ഡോറിൽ കൂടെ പുറത്തുപോയി. അവരാരാന്ന് അറിയത്തില്ല. അങ്ങനെ രണ്ടാമത് കർത്താവ് ഒരു ജീവൻ തന്ന് കർത്താവ് നിർത്തിയതാണ്. ആകട്ടെ, കർത്താവ് പിന്നെയും സൗഖ്യം ആരോഗ്യം ദീർഘായുസ്സും തരട്ടെ. കർത്താവിന് വേണ്ടി വളരെ പ്രയോജനപ്പെടുവാൻ അനേകരുടെ മുൻപാകെ പിന്നെയും നല്ല ആ ഒരു അനുഭവം പങ്കുവയ്ക്കുവാൻ കർത്താവ് ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. ഓക്കെ, അരോമ ടിവിയിലെ പ്രേക്ഷകരോട് ഇങ്ങനെ ഒരു ജീവിതാനുഭവത്തിലൂടെ കടന്നുപോയ ഒരു വ്യക്തി എന്ന നിലയിൽ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നൊരു വാക്കിലൊന്ന് പറയാമോ? അരോമ ടിവിയിലെ കർത്താവ് ഇങ്ങനെ ഒരു സാഹചര്യം ദൈവദാസനിൽ കൂടി ഞങ്ങൾക്ക് ഒരുക്കി തന്നതിൽ ഒത്തിരി നന്ദിയുണ്ട്. അരോമ ടിവിയിലുള്ള പ്രേക്ഷകരോട് എല്ലാവരോടും നന്ദിയുള്ളവരായിരിക്കുന്നു. ഞങ്ങളെ ഓർത്ത് പിന്നെയും പ്രാർത്ഥിക്കണം. നിങ്ങൾ ഈ അരോമ ടിവിയെ ഓർത്ത് ഞങ്ങളും പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഇതുവരെ ഞങ്ങൾക്ക് ഇത്രയും അരോമ ടിവിയായിട്ട് അത്രമാത്രം ഒരു ടച്ച് ഇല്ലായിരുന്നു. ഇപ്പോഴും ഞങ്ങൾ അതിനെപ്പറ്റി അറിയുകയും അതിലെ 1-2 സാക്ഷ്യങ്ങളൊക്കെ ഞങ്ങൾ കേൾക്കുകയൊക്കെ ചെയ്തു. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു ആന്റിയുടെ സാക്ഷ്യം കേട്ടു. അത്
ഇവിടെ അടുത്ത് തന്നെ, ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ള ഒരു ആന്റി, ഏഴംകുളത്തുള്ള ഒരു ആന്റിയുടെ സാക്ഷ്യമാണ് ഞങ്ങൾ കേട്ടത്. അങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള പ്രോഗ്രാം ചെയ്യുന്നതിന് ദൈവദാസനെയും കുടുംബത്തെയും പിന്നെയും അധികമായിട്ട് ബലപ്പെടുത്തി നടത്തട്ടെ. മറ്റുള്ളവർക്ക് ഒരു ആശ്വാസമായി തീരട്ടെ. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഓക്കെ 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 ആകട്ടെ. പ്രിയ പൊന്നച്ചാനെ ദൈവം അനുഗ്രഹിക്കട്ടെ. അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം ഇത്രത്തോളം സമയം പ്രിയ പൊന്നച്ചായൻ തൻ്റെ ജീവിതാനുഭവങ്ങൾ, ദൈവം കൊടുത്ത അത്ഭുതകരമായ വിടുതലിനെ കുറിച്ച്, തൻ്റെ അപ്രതീക്ഷിതമായ ജീവിതത്തിൽ കടന്നു വന്ന ആ ഒരു രോഗം, ദീർഘവർഷങ്ങൾ ബോംബെയിലും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലും ഒക്കെ സഞ്ചരിക്കുകയും പല ജോലിയോടുള്ള ബന്ധത്തിലൊക്കെ താനെ ആയിരിക്കാൻ തക്കോണിടയായി തീർന്നു. ആ സമയങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. നല്ല ആരോഗ്യമുള്ളപ്പോൾ തന്നെ പെട്ടെന്ന് തൻ്റെ ജീവനെ എടുക്കത്തക്ക രീതിയിലുള്ളതായ അപകടകരമായ ഒരു രോഗത്തിലേക്ക്, ഒരു പ്രതിസന്ധിയിലേക്ക് കടന്നു പോകുന്ന ഒരു സാഹചര്യം, വെന്റിലേറ്ററിൽ ഏതാണ്ട് 21 ദിവസത്തോളം കിടക്കുന്ന ഒരു സാഹചര്യം കടന്നു വന്നു. നമ്മൾ ഇതിനോട് കേട്ട് കഴിഞ്ഞു. എന്നാൽ ആ വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ മരിച്ചു എന്ന് വൈദ്യശാസ്ത്രവും പ്രിയപ്പെട്ടവരും വീട്ടുകാരും വേണ്ടപ്പെട്ടവരും ഒക്കെ അതിന് അനന്തര കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, വൈദ്യശാസ്ത്രം അങ്ങനെ വിധി എഴുതി കഴിഞ്ഞപ്പോൾ, സ്വർഗത്തിലെ ദൈവം ഒരു വേറൊരു വിധി എഴുതി. സ്തോത്രം. കാരണം ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന്റെ പദ്ധതി നമ്മൾ പലപ്പോഴും തിരിച്ചറിയുന്നത് ദൈവം ആഗ്രഹിക്കുന്ന ആ ഒരു സ്റ്റേജിൽ നമ്മളെ കൊണ്ട് നിർത്തുമ്പോൾ മാത്രം. അതുവരെ നമ്മൾ പലപ്പോഴും തിരിച്ചറിയില്ല. ലാസർ ബഥാനിയയിലെ ഭവനത്തില് രോഗിയായി കിടക്കുന്ന സമയത്ത് യേശുവിനെ വിവരം അറിയിച്ചു. കർത്താവ് അവിടെ വന്നില്ല, നമുക്കറിയാവുന്ന സംഭവം. മരിച്ചു, അടക്കപ്പെട്ടു. 4 നാൾ കഴിഞ്ഞു, യേശു അവിടെ വരുന്നു. ലാസറിനെ യേശു സൗഖ്യമാക്കുന്നു, അല്ലെങ്കിൽ ഉയർപ്പിക്കുന്നു. ലാസർ പുറത്തു വരുന്നു. അതൊക്കെ ഒരു വലിയൊരു അത്ഭുത സംഭവമായിട്ട് വേദപുസ്തകത്തെ ആളുകളിൽ മാത്രം കിടക്കുന്ന ഒന്നായി നമ്മൾ കാണുകയും കേൾക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ അത് അനുഭവിക്കുവാൻ നമുക്ക് കഴിയുമെങ്കിൽ അതല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ ആ ഒരു ആത്മീയ വിശ്വാസം എന്ന് പറയുന്നു. എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു പക്ഷെങ്കിൽ അങ്ങനെയുള്ള അനുഭവങ്ങളില്ലായിരിക്കാം. എന്നാൽ പ്രിയ പൊന്നച്ചായന്റെ ജീവിതത്തില് ശരിക്കും ആ ഒരു അനുഭവത്തിലൂടെ ദീർഘ ദിവസങ്ങൾ വെന്റിലേറ്ററിൽ മരിച്ചവനെ പോലെ കിടന്നു. എന്നാൽ അവിടെ നിന്നുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പ്, താൻ പുറത്തു വന്നു. ഇന്ന് അരോമ ടി വിയിലെ അനേക പ്രിയപ്പെട്ടവരോടൊരുമിച്ച് തൻ്റെ ജീവിതം പങ്കുവയ്ക്കുമ്പോൾ, താൻ ഇന്നും ജീവിച്ചിരിക്കുന്ന കർത്താവിന്റെ സാക്ഷ്യം പങ്കുവയ്ക്കുന്ന, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവഭക്തൻ എന്ന നിലയിൽ കർത്താവ് തൻ്റെ ജീവിതത്തിൽ ചെയ്ത ആ അത്ഭുത അനുഭവങ്ങൾ നമ്മോടൊപ്പം പങ്കുവച്ചിരിക്കുന്നു. അതിലൂടെ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞങ്ങളെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളെ, നിങ്ങളുടെ ജീവിതത്തിലും ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയും. ദൈവത്തിന് കഴിയാത്തതായിട്ട് ഒരു കാര്യവുമില്ല. വെന്റിലേറ്ററിലൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചുവരവ് ഇല്ലെന്നാണ് പൊതുവെ നമ്മൾ വിചാരിക്കുന്നതെങ്കിലും വെന്റിലേറ്ററിന് അപ്പുറത്തും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന, നമ്മോട് കൂടെ ഇരിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. ആകയാൽ ആ യേശുവിനെ നമുക്ക് അകമഴിഞ്ഞ് സ്നേഹിക്കാം. ആ യേശുവിന്റെ വാക്കുകളിൽ നമുക്ക് വിശ്വസിക്കാം. ആ യേശുവിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയാം. നാം ഏത് പ്രതിസന്ധിയുടെ നടുവിലായിരുന്നാൽ അതിന്റെ നടുവിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങി വരുന്ന ഒരു കർത്താവാണ് യേശു എന്ന് നമുക്ക് തിരിച്ചറിഞ്ഞ് ആ യേശുവിന്റെ മുൻപാകെ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാൻ നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശുവിന് നിങ്ങളെ സൗഖ്യമാക്കുവാൻ കഴിയും. നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തെ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ കഴിയുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കൂ, പ്രാർത്ഥിക്കൂ. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ പൊന്നച്ചായൻ ആമേൻ അരോമ ടി വിയിലെ പ്രേക്ഷകർക്ക് വേണ്ടി ചുരുക്കം വാചകങ്ങളിൽ ഒരു നിമിഷം പ്രാർത്ഥിച്ച് സഹായിക്കുമേ. കർത്താവേ, നന്ദിയോട് സ്തോത്രം. കരുണാസമ്പന്നനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായ സമയത്തിനായിട്ട് നന്ദിയോട് ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. രാവിലെ കാലം തിരുസന്നിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കാൻ അരോമാറ്റിക് ടി വിയോടും കർത്താവെ പ്രിയ ദേവദാസനോടും കുടുംബത്തോടും കൂടെ ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും, കർത്താവെ എളിയവന്റെ കർത്താവെ ഹല്ലേലൂയ ഒരു
കർത്താവെ ജീവിക്കുന്ന സാക്ഷി ദൈവസനയിൽ കർത്താവെ പറയുവാനും കർത്താവെ ഹല്ലേലൂയ അത് റെക്കോർഡ് ചെയ്ത് മറ്റുള്ളവരുടെ മുമ്പിൽ കർത്താവെ ഹല്ലേലൂയ അറിയിക്കുവാനും ദൈവം ഒരുക്കിയ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. അരുൺമാറ്റി TV-യിലുള്ളതായ കർത്താവെ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ആരെങ്കിലും ഇതുപോലെ ഭാരത്തോടെ പ്രയാസത്തോടെ ആയിരിക്കുമെങ്കിൽ ദൈവർക്ക് എല്ലാവർക്കും ആശ്വാസദായകനായി കൂടെ ഇന്ന് സൗഖ്യവും ആരോഗ്യവും വിടുതലും കർത്താവ് നൽകി അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ ദൈവത്തിന്റെ നാമത്തിന് മഹത്വമായി തീരുവാൻ ദൈവം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാസ്റ്റർ ഡാനിയൽ ജോണിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഹല്ലേലൂയ ദൈവദാസിക്കായി സ്തോത്രം, കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. അവരെ കർത്താവേ ഹല്ലേലൂയ ഇങ്ങനെയുള്ള ഒരു പ്രോഗ്രാം ചെയ്യുവാൻ അനേകർക്ക് പ്രയോജനമായി തീരുവാൻ ദൈവത്തിന്റെ നാമത്തിന് മഹത്വമായി തീരുവാൻ ദൈവം ഒരുക്കിയനായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഏറെ പ്രത്യാശയോടെ ബലത്തോടെ ദൈവകൃപയോടെ പിന്നെയും ഓരോ നാളും ഇത് ചെയ്യുവാനും ചെയ്യുന്ന കാര്യങ്ങൾ ദൈവത്തിന്റെ നാമത്തിനും മഹത്വത്തിനും അനേകർക്ക് ഒരു വിടുതലിനും കാരണമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് തന്ന നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം. ഇന്ന് പൽക്കാലം ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. വരുന്നാളിൽ കർത്താവെ ഞങ്ങള് അന്യോന്യം ഉള്ള പ്രാർത്ഥനയിലും ദൈവകൃപയിലും ആയിരിക്കാൻ ഞങ്ങൾക്ക് ഏവർക്കൊന്ന് കൃപ ചെയ്യണമേ. ആയിരിക്കും സ്ഥാനത്ത് കൃപയിൽ സൂക്ഷിക്കണമേ. ഗുജറാത്തിന്റെ പ്രദേശത്ത് ഇപ്പോൾ ആയിരിക്കുന്നതോ ആയിരിക്കും സ്ഥാനത്ത് കൃപയിൽ സൂക്ഷിക്കണമേ. കടികളെയും താഴ്ത്തി ഏൽപ്പിക്കുന്നു. എല്ലാ നന്മകളാലും നിറയ്ക്കണമേ. സകലവും ഞങ്ങൾക്കായി ജീവൻ തന്ന കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. താങ്ക് യു പ്രിയ പനജയൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇത്രത്തോളം സമയം ഞങ്ങളോടൊപ്പം വിലപ്പെട്ട സമയം ചെലവഴിച്ചതിനും സാക്ഷി പങ്കുവച്ചതിനും കർത്താവ് ദാസുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ മാന്യ ശ്രോതാക്കളുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ സാക്ഷ്യം ഇഷ്ടമായെങ്കിൽ, സന്തോഷമായെങ്കിൽ, നിങ്ങളെ സ്പർശിച്ചുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർ കേൾക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, ദൈവനാമം മഹിമപ്പെടുവാൻ മുഖാന്തരമായി തീരുമല്ലോ. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. വീണ്ടും കാണുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു പാസ്റ്റർ. ഒത്തിരി നന്ദിയുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com